ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ക്യൂക്ക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോവയ്ക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇതുണ്ടാക്കാനായിട്ട് കുറച്ച് കോവയ്ക്ക ഞാനിവിടെ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ്. 20-25 ചെറിയ ഉള്ളിയോളം ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി ക്ലീൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് സവാളയും എടുക്കാവുന്നതാണ്. പക്ഷേ ടേസ്റ്റ് ചെറിയ ഉള്ളി എടുക്കുമ്പോഴാണ്. ചെറിയ ഉള്ളി കൂടുതൽ ഹെൽത്തിയുമാണല്ലോ. പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളം പുളി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ കോവയ്ക്ക എത്ര എടുക്കുന്നോ അതിൻ്റെ അളവിനനുസരിച്ച് പുളി എടുത്താൽ മതി. ഇനി നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന കോവയ്ക്ക 2-3 കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ മുഴുവനും ഞാനിവിടെ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. വെള്ളമൊന്നും ഒഴിക്കണ്ട. 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അരഞ്ഞു പോവാതെ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. കണ്ടില്ലേ? ഏത് സീസണിലും നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു വെജിറ്റബിളാണ് കോവയ്ക്ക. നാട്ടിലൊക്കെ ആണെങ്കിൽ പറമ്പിലൊക്കെ പലരും കൃഷി ചെയ്യാറും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് കോവയ്ക്ക. ഷുഗറുള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇതായി ക്രഷ് ചെയ്ത കോവയ്ക്ക ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാനിതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നമ്മുടെ ഈ വിഭവത്തിന് എത്ര എരിവ് ആവശ്യമാണോ അതിനനുസരിച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുത്താൽ മതി. കരിഞ്ഞു പോവാതെ ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ വറ്റൽമുളക് ഞാൻ ഈ എണ്ണയിൽ നിന്നും കോരി മാറ്റുകയാണ്. ഇത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. നേരത്തെ കോവയ്ക്ക ക്രഷ് ചെയ്തെടുത്ത അതേ ജാറ് തന്നെയാണിത്. ഇനി നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വലുപ്പമുള്ള ഉള്ളിയാണെങ്കിൽ ഒന്ന് മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ പുളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഒരുപാട് അങ്ങ് സ്മൂത്താക്കി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ക്രഷായി കിട്ടിയാൽ മതി. വെള്ളമൊന്നും ഒഴിക്കാതെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. കണ്ടില്ലേ? വല്ലാതെ അങ്ങ് അരഞ്ഞു പോയിട്ടുമില്ല. എന്നാൽ ചെറിയ ഉള്ളിയും പുളിയും എല്ലാം നന്നായിട്ട് ക്രഷായിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നേരത്തെ നമ്മൾ വറ്റൽമുളക് റോസ്റ്റ് ചെയ്തെടുത്ത അതേ പാൻ തന്നെ അടുപ്പത്തേക്ക് വെച്ച് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണ പിന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല. അതേ എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ കുറച്ച് ഉഴുന്നുപരിപ്പും കുറച്ച് ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയുടെയും പുളിയുടെയും മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മിക്സ് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഈ ചെറിയ ഉള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. നന്നായിട്ട് കുക്കായി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതൊരു പകുതി വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 2 വലിയ അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്ത് അതും കൂടി ചേർത്ത് ഇതിൻ്റെ ഒപ്പം തന്നെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഉള്ളിയുടെയൊക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. പിന്നെ ഈ കോവയ്ക്കയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മളിതിലേക്ക് ക്രഷ് ചെയ്യുന്ന സമയത്ത് വറ്റൽമുളക് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആവശ്യത്തിന് എരിവുണ്ടാകും. അതുകൊണ്ട് വേറെ പച്ചമുളകൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട. നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. കോവയ്ക്കയിലുള്ള വെള്ളത്തിൻ്റെ അംശം തന്നെ മതി ഇത് വെന്ത് കിട്ടാനായിട്ട്. ഈ ഒരു ആവിയിൽ കിടന്ന് തന്നെ ഇത് വെന്തോളും. നമ്മൾ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ്. ഇങ്ങനെ ക്രഷ് ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാത്തവർക്ക്
കോവയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് ഇതിൽ ചേർത്താലും മതി. വെജിറ്റബിൾ ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ ഇതാ 2-3 പ്രാവശ്യം ഞാനിത് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. കോവയ്ക്ക നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്, നല്ലപോലെ ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം എന്നുള്ളവർക്ക് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനി നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കോവയ്ക്ക കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ? നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് ഇത് അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം കോവയ്ക്ക കൊണ്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ എന്നും ഇതുപോലെ ഉണ്ടാക്കുകയുള്ളൂ. അത്രയ്ക്ക് ടേസ്റ്റാണ്. കോവയ്ക്ക ക്രഷ് ചെയ്ത് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് കോവയ്ക്കയാണെന്ന് പോലും ആർക്കും മനസ്സിലാവുകയില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.